സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പ് വീണ്ടും താളം തെറ്റുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായി യെല്ലോ അലേർട്ടാണ് നൽകിയിരുന്നത്. എന്നാൽ ഇന്ന് പുലർച്ചെ വരെ ഇടുക്കി, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ലഭിച്ചത് ഓറഞ്ച് മുന്നറിയിപ്പിന് സമാനമായ അതിശക്ത മഴയാണ്. ഇതിന് പിന്നാലെ 10 മണിയോടെയാണ് 10 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചത്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. അലക്സി, അലേർട്ടുകൾ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസവും വിമർശനം ഉയർന്നിരുന്നതാണ്. അന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ മറുപടി നൽകിയതാണ്. ഇപ്പോൾ ഈ അലേർട്ട് പുതുക്കുമ്പോൾ എന്താണ് അലക്സ്? ഉന്മേഷ, സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിതീവ്ര മഴ ലഭിച്ച ദിവസങ്ങളിൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പോ ചില ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായിരുന്നു. പക്ഷേ സംസ്ഥാനത്തെ പലയിടങ്ങളിൽ ലഭിച്ചത് അതിതീവ്ര മഴയായിരുന്നു. തുടർന്ന് അതായത് രാത്രി കണ്ട അതിതീവ്ര മഴ 20 സെന്റിമീറ്ററിന് മുകളിൽ, അതായത് 200 മില്ലിമീറ്ററിന് മുകളിൽ മഴ പലയിടങ്ങളിൽ ലഭിച്ചു. അതിന്റെ പശ്ചാത്തലത്തിൽ മഴക്കെടുതികൾ രൂക്ഷമായി. അതിനുശേഷമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അലർട്ടുകൾ പുതുക്കുന്ന നടപടി, അതായത് റെഡ് അലർട്ടിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായത്. സമാനമായ സാഹചര്യം നിലവിലും തുടരുന്നത്. ആ നടപടി വിമർശന വിധേയമായതാണ്. വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് കൃത്യത പുലർത്തുന്നില്ല എന്ന വിമർശനത്തിന് അവർ വിധേയരായതാണ്. അതിനുശേഷം വീണ്ടും സമാന സ്ഥിതി തുടരുന്നു എന്നുള്ളതാണ് വിവിധ മന്ത്രിമാരിൽ നിന്നും ഈ മഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവലോകനം ചെയ്യുന്ന ദുരന്ത നിവാരണ വകുപ്പും അതുപോലെ റവന്യൂ വകുപ്പും ഒക്കെ വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ റാന്നിയുമായി പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട മന്ത്രി, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി PC വിശ്വനാഥ് പറഞ്ഞത് രാത്രി പ്രളയ സാധ്യത നിലനിൽക്കുന്നുണ്ട്, അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന മുന്നറിയിപ്പാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി സംസാരിച്ചതിന് ശേഷം മന്ത്രി വിലയിരുത്തിയത്. പക്ഷേ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരുന്നതാകട്ടെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പാണ്. സംസ്ഥാനത്തെ 14 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിരുന്നത്. പക്ഷേ രാത്രി പത്തനംതിട്ട ജില്ലയിലും അതുപോലെ ഇടുക്കി ജില്ലയിലെ പല മേഖലകളിലും ലഭിച്ചത് അതിശക്തമായ മഴയാണ് എന്നുള്ളതാണ് കണക്കുകൾ തെളിയിക്കുന്നത്. അതായത് 11 സെന്റിമീറ്ററിന് മുകളിൽ മഴ പലയിടങ്ങളിൽ ലഭിച്ചു എന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. അതായത് അതിശക്തമായ ഓറഞ്ച് അലർട്ടിന് സമാനമായ മഴ പലയിടങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴയാണ് ശക്തമായ മഴ. 11 മുതൽ 20 സെന്റിമീറ്റർ വരെയുള്ള മഴ ഓറഞ്ച് മുന്നറിയിപ്പിൽ പെടുന്ന മഴയാണ്, അതായത് അതിശക്തമായ മഴയാണ്. 20 സെന്റിമീറ്ററിന് മുകളിൽ, അതായത് 200 മില്ലിമീറ്ററിന് മുകളിൽ ലഭിക്കുന്ന മഴ അതിതീവ്ര മഴയെന്നും രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് വീണ്ടും മഴ മുന്നറിയിപ്പുകൾ പുതുക്കുന്നതും. അതായത് പരമാവധി ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകുന്നതും. തിരുവനന്തപുരം, കൊല്ലവും ഒഴികെ അങ്ങനെ തുടങ്ങി 4 ജില്ലകളിൽ ഒഴികെ 10 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് പുതുക്കുന്നത് രാവിലെ 10 മണിക്കാണ്. അതായത് അതിശക്തമായ മഴ ഇന്നുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നത് രാവിലെ 10 മണിയോടുകൂടിയാണ്. അതിനു മുൻപ് തന്നെ സംസ്ഥാനത്ത് ഈ അതിശക്തമായ മഴ നിലനിന്നിരുന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത്. ആ ഘട്ടത്തിലാണ് വീണ്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഈ മഴ മുന്നറിയിപ്പ് അത് കൃത്യമാണോ എന്ന കാര്യം വീണ്ടും ആ ചോദ്യങ്ങൾ ഉയരുന്നതും അവരുടെ കൃത്യത വിമർശന വിധേയമാകുന്നതും അക്കാരണത്താലാണ്. ഉന്മേഷ്, ശരി. അലക്സ് റാം മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.